ഹായ് ഹലോ അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു സ്ലൈസ് ഓഫ് ലൈഫ്. ഇന്നത്തെ വീഡിയോ ഫുള്ളായിട്ട് നമ്മളെ പുതിയ വീടിൻ്റെ അപ്ഡേറ്റ്സ് ആണ് കേട്ടോ. ഇപ്പോൾ കുറച്ചായി ഞാൻ വീട് പണിയൊക്കെ അപ്ഡേറ്റ് ചെയ്തിട്ട് അപ്പോൾ എന്താ പറയുക, ഇതിൻ്റെ ഇടയിൽ നമ്മൾ കുറച്ച് ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ആയിരുന്നു മെയിനായിട്ട് ഉണ്ടായിട്ടുണ്ടായിന്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ചോദിക്കലുണ്ട്, എന്തായി വീട് പണി, എന്തായി ടൈലിടലൊക്കെ കഴിഞ്ഞോ എന്നൊക്കെ. വീട് പണി അവിടെ നടക്കുന്നുണ്ട്, പക്ഷേ നമുക്ക് ഒരു സ്റ്റേജ് ഇങ്ങനെ ഏകദേശം കംപ്ലീറ്റ് ആകുമ്പോഴല്ലേ നമുക്കിങ്ങനെ കാണിക്കാൻ പറ്റുന്നൊരു ഇതൊക്കെ ആകുമ്പോൾ എടുക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ വെയിറ്റ് ചെയ്തതാണ് കേട്ടോ. ഇപ്പോൾ ഫ്ലോറിങ്ങൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. നിലത്തിട്ട ടൈലൊന്ന് കാണിക്കുമോ, ഏത് മോഡലാണ് എടുത്തതെന്നൊക്കെ കുറേ ഇപ്പോൾ ഇതിൻ്റെ മുന്നത്തെ വീഡിയോസിനൊക്കെ കമൻ്റായിട്ട് വരലുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലെല്ലാം കാണിക്കാം കേട്ടോ. പിന്നെ നമ്മൾ കിച്ചൺ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഷോപ്പിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അടുത്ത വിശേഷങ്ങളും എല്ലാം ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മളെ ലൊക്കേഷനിൽ എത്തിയിട്ടുണ്ട്. അത്യാവശ്യം നല്ല മഴയൊക്കെ ഉള്ള ദിവസമാണ്. ഇപ്പോൾ എല്ലാ ദിവസവും മഴയാണ് കേട്ടോ. നേരെ വെളുത്താൽ തന്നെ മഴയാണ്. ഇതൊരു സൺഡേ ആയിരുന്നു. അപ്പോൾ ഞങ്ങൾ രാവിലെ തന്നെ നല്ല ഫ്രഷ് ആയിട്ട് ഇറങ്ങിയതാണ് കേട്ടോ വീഡിയോ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാണ് ഇപ്പോൾ അവസ്ഥ. ഫ്ലോറിങ് ഫ്ലോറിങ് കഴിഞ്ഞപ്പോൾ ഇങ്ങോട്ട് കയറുമ്പോൾ ഇപ്പോൾ ഒരു എന്തോ പോലെയാണ്. കാരണം നിലത്തൊക്കെ ഇങ്ങനെ ഇതൊക്കെ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്ക്രാച്ച് വരില്ലേ എന്നൊക്കെ ഉള്ളൊരു പേടിയാണ് കേട്ടോ. നമ്മൾ ഗ്ലോസി ആയിട്ടുള്ള ടൈലാണ് കേട്ടോ ഇട്ടിട്ടുള്ളത്. കംപ്ലീറ്റ് നമ്മൾ ഒരേ കളർ തന്നെയാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് ഫ്ലോറിലൊക്കെ. അപ്പോൾ ഇതാണ് ടൈല്. താഴെ ഫുള്ള് ബോക്സും ഇതൊക്കെ കിടക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവില്ല. പിന്നെ മാത്രമല്ല, ഞാൻ വിചാരിച്ച പോലെ അല്ല കേട്ടോ, അതിൻ്റെ ഉള്ളിലേക്ക് എത്തിയ വീഡിയോ എടുക്കുമ്പോൾ അത്ര ക്ലിയർ കിട്ടുന്നില്ല. ഇതൊരു ബാത്റൂമാണ്. ഒരു രക്ഷയില്ല. ബാത്റൂമിൻ്റെ ഉള്ളിലൊക്കെ കണ്ടുപോകാനും സാധനങ്ങൾ ഒരു ഡംപ് ചെയ്ത് വെച്ചിട്ടുണ്ട്. വർക്കുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട്. പിന്നെ ഇപ്പോൾ പുറത്തൊന്നും ഇടാനും പറ്റില്ലല്ലോ മഴയൊക്കെ ആയതുകൊണ്ട്. അപ്പോൾ അതൊക്കെ ഉള്ളിൽ തന്നെയാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ ടൈല് ഫുള്ള് വർക്ക് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു നന്നായിട്ട് അത് കവർ ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ വാതിലിൻ്റെ കട്ടിലുകളൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മൾ WPCയിലാണ് വാതിലിൻ്റെ കട്ടിലുകളൊക്കെ ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് അതിൽ മെംബ്രെയിൻ ഡോസാണ് കേട്ടോ വെക്കാൻ പോണത് റൂംസിനൊക്കെ. പിന്നെ FRP ഡോസാണ് നമ്മൾ ബാത്റൂമിന് വെക്കാൻ വിചാരിക്കുന്നത്. അപ്പോൾ അത് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു റൂമിലാണ് കറക്റ്റായിട്ട് എനിക്ക് നല്ല വെളിച്ചം കിട്ടിയത്. മറ്റൊക്കെ ഞാൻ വീഡിയോ എടുക്കുമ്പോൾ അങ്ങനെ എനിക്ക് ഒരു കറക്റ്റ് വെളിച്ചം കിട്ടാത്തതുകൊണ്ട് തന്നെ അതിൻ്റെ ഷെയ്ഡ് എന്താണെന്നുള്ളത് എനിക്ക് ക്യാമറയിൽ കാണാത്ത പോലെ തോന്നുക. അപ്പോൾ ഇതാണ് നമ്മൾ ഫ്ലോറിന് വേണ്ടിയിട്ട് സെലക്ട് ചെയ്തിട്ടുള്ള ടൈല്. ഇത് 6x4 കേട്ടോ സൈസ്. അപ്പോൾ ഇതിൻ്റെ വൈറ്റാണ് കേട്ടോ, നല്ല വൈറ്റാണ്, ഒരു ഓഫ് വൈറ്റ് ആയിട്ട്. പിന്നെ വൈറ്റുമ്പോൾ തന്നെ ഇങ്ങനെ ഒരു ഡിസൈനായിട്ടാണ് കേട്ടോ. നമുക്ക് എടുത്ത് കാണിക്കുന്ന ഒരു ഡിസൈനൊന്നുമല്ല. പക്ഷേ എനിക്ക് വൈറ്റിഷ് ആയിട്ട് തന്നെയായിരുന്നു ടൈല് ഞാൻ ആദ്യം നോക്കിക്കൊണ്ടിരുന്നത്. എന്നാലും ചെറിയ എന്തെങ്കിലുമൊക്കെ ഒരു ഡിസൈൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ലതായിരുന്നു എന്ന് തോന്നിയിരുന്നു. പ്ലെയിൻ വൈറ്റ് ആകുമ്പോൾ എപ്പോഴും ഇങ്ങനെ പരന്ന് കിടക്കുന്നൊരു ഫീൽ ഉണ്ടാവുമോ എന്നുള്ളൊരു പേടി. പിന്നെ ഇത് വേറൊരു ബാത്റൂമാണ് കേട്ടോ. ഇവിടെയും നമ്മൾ ഒരു ലൈറ്റ് കളറിലൊരു ബീച്ച് കളറാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ബാത്റൂംസിൻ്റെ എല്ലാത്തിൻ്റെയും ചുമരിൽ നമ്മൾ ഗ്ലോസി ആയിട്ടുള്ള ടൈലും അതിൻ്റെ സെയിം തന്നെ ഫ്ലോറിൽ നമ്മൾ മാറ്റായിട്ടുള്ളത് വേണ്ടിയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് സ്റ്റെയറിൻ്റെ താഴെ വരുന്ന ആ ഒരു സ്പേസാണ്. നമുക്ക് വാഷ് ഏരിയ ഒക്കെ അവിടെ നമ്മൾ സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങോട്ട് ഒരു സ്റ്റെപ്പ് ഇറങ്ങാനുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അവിടെ ഒരു ഡിഫറെൻ്റ് ആയിട്ട് മൊറോക്കൻ ടൈലാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. അതിപ്പോൾ വർക്ക് നടന്നുകൊണ്ടിരിക്കുക. പിന്നെ ബാക്കി സ്ഥലങ്ങളിലൊക്കെ ഇപ്പോൾ സ്കേർട്ടിങ്ങും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ടൈൽ സെലക്ട് ചെയ്യാൻ പോകുന്ന സമയത്ത് ഞാൻ കുറേ കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു, വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഞാൻ ഷോപ്പിലൊക്കെ പോയിട്ട്. അപ്പോൾ ഒരുപാട് പേര് നല്ല സജഷൻസൊക്കെ തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൽ എനിക്ക് മെയിനായിട്ടുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു, ഗ്ലോസി വേണോ മാറ്റ് വേണോ എന്നുള്ളതായിരുന്നു. അപ്പോൾ ഒരുവിധം എല്ലാവരും ഗ്ലോസി തന്നെയായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളും ഗ്ലോസി തന്നെയാണ് കേട്ടോ സെലക്ട് ചെയ്തത്. പിന്നെ മേലെ ഓപ്പൺ ടെറസിൽ നമ്മൾ മാറ്റ് ഫിനിഷിലുള്ള ടൈലാണ് കൊടുത്തിട്ടുള്ളത്. ഒരു ഗ്രീനിൻ്റെ ഒരു ഷെയ്ഡാണ് കേട്ടോ. വെള്ളം നിൽക്കുന്നതുകൊണ്ട് അറിയാൻ പറ്റില്ല, മഴ നല്ലോണം പെയ്തുകൊണ്ട് നിൽക്കുന്ന ഒരു സമയമായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ഒരു ബാത്റൂമിൽ ഒരു ഗ്രേ കളറിലാണ് കേട്ടോ ടൈല് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ബാത്റൂംസ് ഒന്നും കറക്റ്റായിട്ട് കാണിക്കാൻ പറ്റിയിട്ടില്ല, കാരണം അതിൻ്റെ ഉള്ളിലൊക്കെ സാധനങ്ങൾ ഡംപ് ചെയ്ത് വെച്ചിരിക്കുന്നതുകൊണ്ടാണ് കേട്ടോ. ഫ്രണ്ടിൽക്കും ഒരു ഓപ്പൺ ടെറസ് ഉണ്ട്, അവിടെയും ഇതേപോലെ തന്നെ ആ ഒരു ഗ്രീൻ മാറ്റ് ഫിനിഷിലുള്ള ടൈൽ തന്നെ കൊടുത്തിട്ടുണ്ട്. പിന്നെ കഴിഞ്ഞ വീഡിയോയിലൊക്കെ കാണുന്ന വീട് കാണിക്കുമ്പോൾ കിച്ചൺ ഏതാണെന്ന് കാണിച്ചിട്ടില്ല എന്ന്. അപ്പോൾ ഈ ഒരു ഏരിയയാണ് നമ്മൾ കിച്ചണായിട്ട് സെറ്റ് ചെയ്യുന്നത്. ഓപ്പൺ കിച്ചണാണ് കേട്ടോ. കിച്ചണും അതിനോട് ചേർന്നിട്ട് തന്നെ നമുക്കൊരു സ്റ്റോർ റൂമുണ്ട്, അതിനോട് ചേർന്നിട്ട് തന്നെ ഒരു വർക്ക് ഏരിയയും വരുന്നുണ്ട്. അപ്പോൾ കിച്ചണിലും എല്ലായിടത്തും നമ്മൾ ഈ സെയിം ടൈൽ തന്നെയാണ് ഇട്ടിട്ടുള്ളത്. ചിലരൊക്കെ പറഞ്ഞിട്ടായിരുന്നു കിച്ചണിൽ നമുക്ക് മാറ്റ് ഫിനിഷിലുള്ള ടൈല് കൊടുക്കാമെന്ന്. പക്ഷേ കിച്ചണിൽ മാറ്റ് ഫിനിഷിൽ കൊടുത്തു കഴിഞ്ഞാൽ അത് ക്ലീൻ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്, എപ്പോഴും നനവും വെള്ളമൊക്കെ ആവണമല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഉള്ളൊരു എക്സ്പീരിയൻസുകളും ഷെയർ ചെയ്ത് വന്നപ്പോൾ ഞാൻ പിന്നെ എന്തായാലും ആ ഒരു ഗ്ലോസി തന്നെ അവിടെയും കൂടി ആക്കാമെന്ന് വിചാരിച്ചു. ഇത് ഡോറ്
എന്താ പറയുക ഈ ഡോറിൻ്റെ ഫ്രെയിം മാത്രമേ വെച്ചിട്ടുള്ളൂ. ബാക്കി ഡോസൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട്. അവർ ഫിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. പിന്നെ സ്റ്റെയറിൽ നമ്മൾ വുഡാണ് ചെയ്യുന്നത്. അതിപ്പോൾ തുടങ്ങിയിട്ടില്ല. നമ്മൾ ഈ സ്കേർട്ടിങ്ങും കാര്യങ്ങളും ടൈലിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടാണ് ഓരാണത് തുടങ്ങുള്ളൂ കേട്ടോ, സ്റ്റെയറിൻ്റെ വർക്ക്. ടൈലെല്ലാം നമ്മൾ സിൽവാനിൽ നിന്നായിരുന്നു സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ ആ ഒരു പറഞ്ഞ ഡേറ്റിൽ ഈ ഞാൻ ഫ്ലോറിങ്ങിന് പറഞ്ഞിട്ടുണ്ടായിരുന്ന ആ ടൈല് അവർക്ക് സ്റ്റോക്കില്ലായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഒരു ബാത്റൂമിൻ്റെയൊക്കെ ടൈലൊക്കെ നമുക്ക് അവിടുന്ന് ഒരു ഡെലിവറി ചെയ്തു. പക്ഷേ മറ്റേത് പിന്നെ ഫ്ലോറിലിടാനുള്ളത് പിന്നെ ഒരു കുറച്ച് ടൈം പറഞ്ഞപ്പോൾ നമുക്ക് തിരക്കുള്ളതുകൊണ്ട് നമ്മൾ പിന്നെ അത് ഇവിടുന്ന് നമ്മളെ മലപ്പുറം കാവുങ്ങലുള്ള റിയൽ മാർബിൾസ് എന്നാണ് കേട്ടോ ഈ ഒരു ടൈല് സെലക്ട് ചെയ്തത്. സ്റ്റെയറിൻ്റെ താഴെ ഇടുന്ന ആ ഒരു മൊറോക്കൻ ടൈൽ ഉണ്ടല്ലോ, അത് തന്നെയാണ് ഞാൻ പാഷ്യോയിലും ഇടാൻ വിചാരിക്കുന്നത്. അപ്പോൾ അത് രണ്ടും നമ്മൾ ഈ റിയൽ മാർബിൾസിൽ തന്നെയാണ് കേട്ടോ വാങ്ങിച്ചത്. പിന്നെ അതേപോലെ തന്നെ നമ്മൾ കൗണ്ടർ ടോപ്പിൻ്റെ ആ ഒരു സ്പേസിൽ ഇടൂലേ, കൗണ്ടർ ടോപ്പിൻ്റെ മേലേറ്റ് അവിടെയും നമ്മൾ റിയൽ മാർബിൾസിൽ നിന്നൊരു വേറൊരു മോഡൽ മൊറോക്കൻ ടൈൽ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ വിൻഡോസൊക്കെ UPVC വിൻഡോസാണ് വെക്കുന്നത്. അത് വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അത് റെഡി ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു കൊണ്ടുവന്ന് ഫിറ്റ് ചെയ്യും. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ നമ്മൾ വീട്ടിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് കിച്ചൺ ഒന്ന് സെറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ അതിനും വേണ്ടിയിട്ട് നമ്മളൊരു ടീം വന്നിട്ട് നമ്മൾ കിച്ചൻ്റെ മെഷർമെൻറ്റും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. എൻ്റെ റിക്വയർമെൻറ്റ്സ് ഒക്കെ നോക്കിയിട്ട് ഒരെല്ലാം നോക്കി പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഓരോ ഷോപ്പിലേക്ക് ഒന്ന് വരാൻ പറഞ്ഞിരുന്നു. നമുക്ക് എന്തൊക്കെ ആക്സസറീസ് വേണം, പിന്നെ എങ്ങനെയൊക്കെയാണ് അതിൻ്റെ റേറ്റ് കാര്യങ്ങൾ, പിന്നെ നമ്മൾ യൂസ് ചെയ്യാൻ പോണ മെറ്റീരിയൽ, അതിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് ശരിക്ക് കാണാനും, പിന്നെ ഒരാടെ കുറച്ച് കിച്ചണൊക്കെ ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ അതൊക്കെ നോക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് മലപ്പുറം കാവുങ്ങൽ ബൈപ്പാസിലുള്ള ഹോം സ്റ്റർക്കാണ് കേട്ടോ. ഇൻറ്റീരിയറാണ് ഇനി അടുത്തതായിട്ട് നമുക്ക് ഭയങ്കര കൺഫ്യൂഷനുള്ളൊരു കാര്യം, ഏത് മെറ്റീരിയലിൽ ചെയ്യണം എന്നുള്ളത്. നമ്മൾ കുറേയൊക്കെ കാര്യങ്ങളൊക്കെ നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കിച്ചൺ ആകുമ്പോൾ എപ്പോഴും നനവും കാര്യങ്ങളൊക്കെ ഉള്ളതായിരിക്കുമല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനൊക്കെ പറ്റുന്നൊരു മെറ്റീരിയൽ എന്നുള്ള രീതിക്ക് WPCയിലാണ് നമ്മളിപ്പോൾ കിച്ചൺ ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഇവിടെ ഒരു കുറച്ച് കിച്ചണൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. എല്ലാ ആക്സസറീസും കാര്യങ്ങളൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഒന്ന് നോക്കാനും ഒക്കെ ഒന്ന് പരിചയപ്പെടാനൊക്കെ വേണ്ടിയിട്ടാണ് ഇപ്പോൾ നമ്മൾ വന്നത്. ഞാൻ വീട് പണിയൊക്കെ കാണിക്കുമ്പോഴും കിച്ചൺ കണ്ടാൽ മനസ്സിലാവാത്തത് ആക്ച്വലി ഞാനതൊരു മോഡുലാർ കിച്ചൺ സെറ്റ് ചെയ്യണമെന്ന് വിചാരിച്ചുകൊണ്ട് തന്നെ സ്ലാബ് വാർത്തിട്ടിട്ടില്ല എന്നുള്ളതുകൊണ്ടാണ്. നോർമലി ഇപ്പോൾ നമ്മൾ ഈ സ്ലാബ് വാർത്തിട്ടുണ്ടെങ്കിൽ നമുക്കത് കിച്ചൺ ഏരിയ ആണെന്ന് മനസ്സിലാവില്ലേ. പക്ഷേ അതിലിപ്പോൾ നമ്മൾ സ്ലാബൊന്നും വാർത്തിട്ടില്ല. ഈ മോഡുലാർ കിച്ചൺ സെറ്റ് ചെയ്യാന്നുണ്ടെങ്കിൽ സ്ലാബ് നമ്മൾ കോൺക്രീറ്റിൽ സെറ്റ് ചെയ്യാത്താണ് കേട്ടോ നല്ലത്. നമ്മൾ കോൺക്രീറ്റിൽ സെറ്റ് ചെയ്ത് സ്ലാബുമ്പോൾ കൊണ്ടുപോയിട്ട് ഈ മോഡുലാർ കിച്ചൺ സെറ്റ് ചെയ്തെടുക്കുമ്പോൾ ഒരു വൃത്തികേട് വരുന്നുണ്ട്, മൊത്തത്തിൽ കാണാനൊരു ഭംഗി കുറവ് വരും. ഇതുണ്ട് ഇവിടെ ഒരു പ്രത്യേക മെറ്റീരിയൽ ഒരു കാണിച്ചെന്നാണ് കേട്ടോ കൗണ്ടർ ടോപ്പിന് വെക്കാൻ വേണ്ടിയിട്ട്. ഇതിനായിട്ട് വരുന്നൊരു മെറ്റീരിയലാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കിയതാണ്. നമ്മൾ ടൈല് ചെയ്യണം എന്നാണ് കേട്ടോ വിചാരിക്കുന്നത് കൗണ്ടർ ടോപ്പിൽ. അപ്പോൾ പിന്നെ ഇവിടെ എന്താ പറയുക, ഒരുവിധം എല്ലാ ആക്സസറീസും ഉണ്ട് കേട്ടോ. നമുക്ക് വെജിറ്റബിൾസൊക്കെ വെക്കാൻ വേണ്ടിയിട്ടുള്ള ഈ വിക്കർ ബാസ്ക്കറ്റും ഒക്കെ ഉണ്ട്. നമ്മൾ അതൊക്കെ നോക്കി, പക്ഷേ ഞാൻ കുറേ ആക്സസറീസ് വെക്കണം എന്ന് വിചാരിക്കണില്ല കേട്ടോ. കാരണം നമുക്ക് ആകെ ഒരു കിച്ചണേ ഉള്ളൂ. അപ്പോൾ അത് നമുക്ക് ഡെയിലി യൂസിനുള്ളതാണ്. അപ്പോൾ കുറേ ആക്സസറീസൊക്കെ കൊടുക്കുന്നതിന് പകരം കുറേ സ്പേസ് കിട്ടുക എന്നുള്ളതാണ് വിചാരിക്കുന്നത്. ഇതുണ്ടോ ഈ ഒരു ടോൾ യൂണിറ്റ് ആക്സസറീസ് കൊടുത്തു കഴിഞ്ഞാൽ നല്ലോണം സ്പേസും കിട്ടും, നല്ല സൗകര്യവും കിട്ടും കേട്ടോ. പക്ഷേ നല്ല എക്സ്പെൻസും വരും അതിനനുസരിച്ച്. ഇതുണ്ട് ഈ ഒരു ടോൾ യൂണിറ്റൊക്കെ എന്താ പറയുക, ഒരു സ്റ്റോർ റൂമിൻ്റെ യൂസ് കിട്ടും. നമുക്ക് ഓൾറെഡി സ്റ്റോർ റൂം ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു ടോൾ യൂണിറ്റിനെ പറ്റി നമ്മൾ ആലോചിക്കണില്ല കേട്ടോ. ഞാൻ ജസ്റ്റ് അവിടെ കണ്ടപ്പോൾ ഒന്ന് കാണിച്ചു എന്നേ ഉള്ളൂ. ഞാനിതിന് മുന്നേ ഒരു സ്റ്റീൽ കിച്ചൻ്റെ വീഡിയോ ചെയ്തിരുന്നു കേട്ടോ. അപ്പോൾ ആ സമയത്തൊക്കെ കുറേ കമൻറ്റ്സ് വന്നിട്ടുണ്ടായിരുന്നു, റേറ്റ് പറയൂ പറഞ്ഞിട്ട്. ആക്ച്വലി നമുക്കിങ്ങനെ ഒരു കിച്ചൺ സെറ്റ് ചെയ്യാൻ ഇത്ര റേറ്റ് ആവും അങ്ങനെ പറയാൻ കഴിയില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ആക്സസറീസും കാര്യങ്ങളും മെറ്റീരിയലും എല്ലാം ഡിഫറെൻ്റ് ആണ്. അപ്പോൾ ഒരു മോഡുലാർ കിച്ചൺ സെറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്തൊക്കെയാണോ വേണ്ടത് അതിനനുസരിച്ചാണ് അതിൻ്റെ റേറ്റ് വരിക. ഇപ്പോൾ ഇതൊരു ഷട്ടർ യൂണിറ്റാണ്. ഷട്ടർ യൂണിറ്റ് എനിക്ക് വെക്കണം എന്നുണ്ട്. അപ്പോൾ ഞാനൊരു ഷട്ടർ യൂണിറ്റ് വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ ടാൻഡം ബോക്സുകൾ വേണം. പിന്നെ അപ്പോൾ ഈ ടാൻഡം ബോക്സിലൊക്കെ നമുക്ക് യൂസ് ചെയ്യുന്ന ബ്രാൻഡ് അനുസരിച്ച് റേറ്റിൽ നല്ല വ്യത്യാസം വരും. ടാൻഡം ബോക്സ് അത്യാവശ്യം കോസ്റ്റ്ലി ആയിട്ടുള്ളൊരു സംഭവം തന്നെയാണ്. പിന്നെ ഇതുപോലെയുള്ള ഡ്രോവേഴ്സ് വേണം. പക്ഷേ അത് പ്ലെയിൻ ആയിട്ടാണ് കേട്ടോ ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇങ്ങനെ നമ്മൾ പ്ലേറ്റ് വെക്കാനും ഇങ്ങനെയൊക്കെ ഓരോ സെപ്പറേറ്റ് ആയിട്ട് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്കതൊരു സ്ഥലം മുടക്കായിട്ടാണ് തോന്നണത്. കാരണം നമുക്ക് അതിൽ കുറേ സാധനങ്ങൾ വെക്കാൻ പറ്റില്ല. ഈ ഒരു പറഞ്ഞ സാധനങ്ങൾ മാത്രമല്ലേ വെക്കാൻ പറ്റുള്ളൂ. ഇവർ ഇപ്പോൾ അതിൽ വെക്കാൻ പറ്റുന്ന സാധനങ്ങളൊക്കെ വെച്ച് തന്നെ കാണിച്ചിട്ടുണ്ട്. പിന്നെ ഈ ഓയിൽ പുൾ ഔട്ട്, നമുക്കൊരു ഓയിൽ പുൾ ഔട്ട് വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഓയിൽ പുൾ ഔട്ടിലൊക്കെ എത്രത്തോളം വലിയ ബോട്ടിൽസും കാര്യങ്ങളൊക്കെ വെക്കാവുന്നതിനനുസരിച്ച് എത്ര തട്ട് വേണം എന്നുള്ളതൊക്കെ നമുക്ക് തീരുമാനിക്കാൻ പറ്റും. അപ്പോൾ ഇവിടെ ഓരോ ബോട്ടിലുകളും കാര്യങ്ങളൊക്കെ
വെച്ച് കണ്ടപ്പോൾ എനിക്കത് അതിനനുസരിച്ച് നമ്മുടെ അടുത്തുള്ള ബോട്ടിലൊക്കെ വെച്ച് നമുക്ക് നോക്കാമല്ലോ. പിന്നെ ഇവിടെ ഈ ഹുഡും ഹോബും ഒക്കെ ഇവിടെ തന്നെ ഉണ്ട് കേട്ടോ. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ തന്നെ സെലക്ട് ചെയ്യാം. അപ്പോൾ ഞാനിപ്പോൾ ഇതുവരെ ഈ ചിമ്മിനി ഒന്നും സെലക്ട് ചെയ്തിട്ടില്ല. ഇനിയിപ്പോൾ അടുത്തായിട്ട് നമുക്ക് അതൊക്കെ റെഡിയാക്കി വെക്കണം. എനിക്കൊരു 4 ബർണറോ ഒക്കെ വാങ്ങാനാണ് എനിക്ക് എൻ്റെ മനസ്സിലാഗ്രഹം. ഇനി പോയി നോക്കിയിട്ട് റേറ്റും കാര്യങ്ങളൊക്കെ അനുസരിച്ച് നമ്മൾ റെഡിയാക്കുമല്ലോ. നമ്മളെ ബജറ്റിനനുസരിച്ച് നമുക്ക് സെറ്റ് ആക്കണമല്ലോ. പിന്നെ ചിമ്മിനിയാണെന്നുണ്ടെങ്കിലും ഏത് ഷേപ്പിലുള്ളതാണെന്നുള്ളതും എനിക്കൊരു കൺഫ്യൂഷനാണ്. അപ്പോൾ എങ്ങനെയാണെന്നുള്ളതൊക്കെ ഞാൻ അപ്പോൾ അതിനെപ്പറ്റിയൊക്കെ ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇവരടുത്ത് നമ്മൾ ബേസിക്കായിട്ടുള്ള നമ്മളെ ആവശ്യങ്ങളൊക്കെ പറഞ്ഞിട്ടാണ് അവർ റേറ്റ് തരിക. പിന്നെ അതിനനുസരിച്ച് നമുക്ക് പിന്നെ അതിൽ നിന്ന് വേണ്ടതും വേണ്ടാത്തൊക്കെ ഒഴിവാക്കും അടയും ഒക്കെ ചെയ്യാം. പിന്നെ എന്താ പറയുക, നമുക്ക് ഡിഷ് വാഷിങ് ലിക്വിഡുകളും കാര്യങ്ങളൊക്കെ വെക്കണം എന്നുണ്ടെങ്കിൽ സിങ്കിൻ്റെ അടുത്തായിട്ട് തന്നെ ഇവരടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ അതിനുള്ള യൂണിറ്റുകളൊക്കെ ഒരു വെച്ച് തരും. പിന്നെ എനിക്ക് ഇതേമാതിരി നമുക്കൊരു GTPT എന്തായാലും വേണം. നമുക്ക് പ്ലേറ്റും കാര്യങ്ങളൊക്കെ കഴുകിയതൊക്കെ അപ്പോൾ തന്നെ എടുത്ത് അങ്ങനെ വെക്കാനും ഡെയിലി യൂസ് ചെയ്യുന്ന സംഭവങ്ങളൊക്കെ വെക്കാൻ പറ്റുന്ന രീതിയിൽ അത്യാവശ്യം സൈസ് തന്നെയുള്ള ഒരു GTPT വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇതിന് തന്നെ ഗ്ലാസിൻ്റെ ഡോർ കൊടുത്താൽ ഇങ്ങനെ ഉണ്ടാവും. അങ്ങനെയൊക്കെ ഒരാളെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് കേട്ടോ. എനിക്കൊരു ക്രോക്കറി യൂണിറ്റ്, ഒരു സൈഡിലൊരു ക്രോക്കറി യൂണിറ്റ് ആയിട്ട് അതിന് മാത്രം ഗ്ലാസ് വെക്കാനേ വിചാരിക്കുന്നുള്ളൂ. ബാക്കിയൊന്നും ഗ്ലാസ് വെക്കേണ്ടെന്നാണ് കേട്ടോ എൻ്റെ ഒരു അഭിപ്രായം. പിന്നെ ഇതിനൊക്കെ സോഫ്റ്റ് ക്ലോസ് ആണ് കേട്ടോ ഉള്ളത്. പിന്നെ എന്താ പറയുക, അപ്പോൾ നമുക്കിങ്ങനെ ജസ്റ്റ് ഒന്നിങ്ങനെ തട്ടി കൊടുത്താൽ തന്നെ പോയിട്ടുണ്ട് ലോക്ക് ആയിക്കോളും. പിന്നെ അതേപോലെ തന്നെ ഇതിലൊക്കെ യൂസ് ചെയ്തിട്ടുള്ള ഹിഞ്ചസ്, ആ GTPTൻ്റെയൊക്കെ ഹൈഡ്രോളിക് ലിഫ്റ്റ്, ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ബ്രാൻഡഡ്. അതിനൊക്കെ ഇവരുടെ അടുത്തൊക്കെ നല്ല ബ്രാൻഡഡ് ആയിട്ടുള്ളതും ഉണ്ട്. പിന്നെ നമുക്ക് കുറച്ച് എക്സ്പെൻസ് കുറവിൽ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ആക്കിത്തരും. പക്ഷേ അതൊക്കെ ശരിക്കും പറഞ്ഞാൽ അതിലൊക്കെ നമ്മൾ എന്താ പറയുക കോംപ്രമൈസ് ചെയ്താൽ അത് ഭാവിയിൽ നമുക്കതൊരു അധികം ചിലവ് തന്നെയായിരിക്കും വരിക അല്ലേ. ഇതൊക്കെ കേടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ മാറ്റൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ മെറ്റീരിയലിൻ്റെ ക്വാളിറ്റിയിലും ഈ അതിലുപയോഗിക്കുന്ന ഇതിൻ്റെ ക്വാളിറ്റിയിലും ഒന്നും കുറവ് വരുത്താതെ ആക്സസറീസിൽ കുറവ് വരുത്തിയിട്ട് ബജറ്റിൻ്റെ ഉള്ളിൽ ഒതുക്കണം എന്നാണ് കേട്ടോ ഞാൻ വിചാരിക്കുന്നത്. പിന്നെ ഇതൊക്കെ കണ്ടോ, നമ്മൾ ആ ഒരു ഇതിന് കൊടുക്കാൻ പറ്റുന്ന ഹാൻഡിൽസുകളാണ്. പല മോഡലിലുള്ളതും കളേഴ്സിലുള്ളതും നമ്മളെ തീമിനനുസരിച്ചൊക്കെ ചെയ്യാൻ പറ്റിയ നല്ല അടിപൊളി ഹാൻഡിൽസ് ഉണ്ട് കേട്ടോ. എനിക്ക് ഹാൻഡിൽ ഫ്രീ ആയിട്ട് ചെയ്യാനാണ് താല്പര്യം. ഇത് കളറിൻ്റെ കാറ്റലോഗാണ്. നമ്മളിപ്പോൾ കളർ ഫിക്സ് ചെയ്യുന്നിടത്തേക്ക് എത്തിയിട്ടില്ല. കളർ ഓൾറെഡി ഫിക്സഡ് ആണ്, പക്ഷേ അത് ഞാൻ ഇവർക്ക് കാണിച്ചു കൊടുത്തിട്ടില്ല. നമ്മൾ ബാക്കി കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റാക്കി നമ്മളെ റേറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് സംസാരിച്ച് ഓക്കെ ആക്കിയതിന് ശേഷം ആണല്ലോ ഫൈനലായിട്ടല്ലേ നമ്മൾ മൈക്ക ലാമിനേഷനാണോ, ലാമിനേഷൻ ചെയ്യണം WPC. അപ്പോൾ മൈക്ക ലാമിനേഷൻ ആണോ എന്താണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്താ പറയുക, വേണമെങ്കിൽ എന്താ പറയുക അക്രിലിക് ലാമിനേഷനൊക്കെ ഇവർ ചെയ്യുന്നുണ്ട്. അതൊക്കെ നല്ലൊരു ഗ്ലാസി ഫീൽ ആയിരിക്കും ഉണ്ടാവുക, നല്ല രസമായിരിക്കും കാണാൻ. ഇൻഷാ അല്ലാഹ് അതൊക്കെ ആ ഒരു ഇതിപ്പോൾ ഏതായാലും ഇതൊക്കെ ഒന്ന് ഫൈനലൈസ് ചെയ്തതിന് ശേഷം നമ്മളെ ബജറ്റൊക്കെ നോക്കിയിട്ട് അതിനനുസരിച്ച് തീരുമാനിക്കാമെന്നാണ് വിചാരിക്കുന്നത്. ഗ്ലോസി വേണോ മാറ്റ് വേണോ എന്നൊക്കെ നോക്കുന്നുണ്ട്. നമുക്ക് ഇൻറ്റീരിയറൊക്കെ തന്ന ആ ഇൻറ്റീരിയർ ഡിസൈനർ തന്ന പ്ലാൻ അനുസരിച്ചൊരു മാറ്റ് ഫിനിഷിലാണ് നമ്മളെ കിച്ചൺ ഒരു റെഡിയാക്കിയിട്ടുള്ളത്. പക്ഷേ എനിക്കിഷ്ടം ഗ്ലോസി ഫിനിഷിലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അങ്ങനെ തന്നെ ആയിരിക്കും കേട്ടോ ചെയ്യുക. മാറ്റ് എന്തായാലും ക്ലീനിങ് കുറച്ച് പാട് തന്നെയാണ്. നമ്മൾ ഡെയിലി യൂസൊക്കെ ആകുമ്പോൾ പ്രത്യേകിച്ചും ഗ്ലോസി നമുക്ക് കൈകാര്യം ചെയ്യുന്ന അത്രയും ഈസി ആയിട്ട് നമുക്ക് മാറ്റ് കൈകാര്യം ചെയ്യാൻ പറ്റില്ല. പക്ഷേ സ്ക്രാച്ചസും കാര്യങ്ങളും ആ പ്രശ്നങ്ങളൊക്കെ കുറയും മാറ്റിൽ. അപ്പോൾ അതാ അങ്ങനെ നമ്മളിപ്പോൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയുള്ള ഇന്നത്തെ വിശേഷങ്ങൾ. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. പുതിയ വ്യൂവേഴ്സ് ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കഴിഞ്ഞ കുറച്ച് വീഡിയോസിലായിട്ട് മീഷോന്നും പിന്നെ ഫ്ലിപ്കാർട്ടിൽ നിന്നൊക്കെ വാങ്ങിച്ച കുറേ സാധനങ്ങൾ ഞാൻ അൺബോക്സ് ചെയ്ത് കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് യൂസ് ചെയ്ത് റിവ്യൂ പറയുമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതൊക്കെ നമ്മൾ പുതിയ വീട്ടിലേക്ക് വാങ്ങിയിട്ടുള്ള സാധനങ്ങളല്ലേ. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമ്മൾ യൂസ് ചെയ്ത് തുടങ്ങിയിട്ട് റിവ്യൂ പറയാം കേട്ടോ. അപ്പോൾ നല്ല വീഡിയോസും റെസിപ്പീസും വ്ളോഗുകളൊക്കെ ആയിട്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് ഇനിയും കാണാം. അതുവരേക്കും അസ്സലാമു അലൈക്കും. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.